അതിനു മുമ്പ് നിന്നെ പോലീസിനെ കൊണ്ട് തൂക്കി ലോക്കപ്പിലാക്കും. ഈ ബായ്സിലാരാ കുട്ടിയുടെ ബായ് ഫ്രണ്ട്? പുടിയടാവളെ. പണ്ടാരോടെ താഴെ പോകുന്ന തോന്നേ. എന്നെ പെണ്ണിന്റെ കാലം നിലത്ത് ഊത്തുന്നില്ല. എന്താ കുഴപ്പമുണ്ട്? തങ്കക്കുടമേ ഓടാതെ. അണ്ണാ എന്തോ തണ്ണി. അയ്യോ അവള് ഇതൊരു ശില്പമല്ലേ? അയ്യോ ശില്പമല്ല, അവിടെ നിൽക്കുന്ന അവള്. ഈ മുറിക്കകത്ത് നമ്മൾ രണ്ടുപേരും അല്ലാതെ വേറെ ആരുമില്ല. അയ്യോ ഉണ്ട്. இந்த தண்ணீர் தொட்டி தேடி வந்த கண்ணுக்கு தீனான், தண்ணீர் தொട്ടി தேടി വന്ന കണ്ണൊക്കെ തീനാൻ. നമ്മുടെ ജനലിന് എന്താ പറ്റി? താഴേക്ക് ഇറങ്ങി വന്ന് നിൽക്കുന്നു. കുഞ്ഞുങ്ങളെ, ഇത് നിങ്ങളുടെ വീടല്ല, പോലീസ് സ്റ്റേഷനാണ്. ഞങ്ങളെന്താ ഇവിടെ? രണ്ടാള് ഇന്നലെ രാത്രി അടിച്ച് കോൺ തെറ്റി നടറോടി കിടന്ന് ബഹളം വെച്ചപ്പോ പിടിച്ചുകൊണ്ടുവന്ന് ഇട്ടതാ. എപ്പോ? ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങൾ അറിയാതെ ഞങ്ങളെ അറസ്റ്റ് ചെയ്യാൻ ഏത് നിയമമുള്ള സാറേ? ഇതെന്ത് ന്യായം? ഇതെന്ത് നീതി? ഇതെന്ത്? താനാണോ ആ കുട്ടിയുടെ ബായ് ഫ്രണ്ട്? ആണെങ്കിൽ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. കുട്ടിക്ക് പ്രായപൂർത്തിയായതാണോ? വെരി ഗുഡ്. തനിക്ക് പ്രായപൂർത്തിയായതാണോ? 2 പ്രാവശ്യമായതാണ്. എന്നിട്ട് ഞങ്ങളെ ബീച്ചിൽ പോയി. എന്നിട്ട് കണ്ണും നോക്കി അങ്ങനെ ഇരുന്നു. എന്നിട്ട് ഞങ്ങള് കപ്പലണ്ടി വാങ്ങിച്ചു തന്നു. സർ, ബീച്ചിൽ കപ്പലണ്ടി വിൽക്കണ പയ്യന്മാരില്ലേ, അവരുടെ കപ്പലണ്ടി വാങ്ങിച്ചു തന്നു. ഇത് പടി കയറിയില്ലെങ്കിൽ ചേട്ടൻ ഇപ്പൊ പടി ഇറങ്ങും. ആ കള്ള് ഷാപ്പിൽ നിന്ന് അദ്ദേഹം ഇങ്ങോട്ട് വരാൻ തയ്യാറല്ലായിരുന്നു. പെറ്റമ്മ കണ്ണീരൊഴുക്കി കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയാവോ? കണ്ണീന്ന് വരുന്ന കോർപ്പറേഷൻ വാട്ടർ ഒന്നും അല്ലല്ലോ ബില്ലടയ്ക്കാൻ, ഫ്രീ വാട്ടർ അല്ലേ, ചുമ്മാ വന്നോട്ടെ എന്നാ പറഞ്ഞത്. ചേട്ടൻ ഇങ്ങനെ തല്ലിപ്പൊളിയായി നടക്കുന്നത് പോലീസ് ഓഫീസറായ അനിയന് നാണക്കേടാണെന്ന് പറഞ്ഞു. പുല്ലന്റെ അടുത്ത് വെച്ചാവാൻ പറ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു, നല്ല തെങ്ങും കള്ള് വാറ്റിയ ചാരായം എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ണ് നിറഞ്ഞുപോയി ആ മനുഷ്യന്റെ.